نور على مر الزمان تألقا وأضاء. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, റൗദത്തുൽ ഖുർആൻ എന്ന പേരിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഖുർആൻ പഠന സംരംഭം വല്ലപ്പുഴയിൽ അത് തുടങ്ങുകയാണ്. എല്ലാവരും അതിൽ ഭാഗവാക്കാവണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് വെളിച്ചമാണ്, നൂറാണ്. അള്ളാഹു ഖുർആനിനെ ഒരുപാട് വിശേഷണങ്ങൾ ഖുർആൻ നൽകിയിട്ടുണ്ട്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുൽമാതി ഇലൻ-നൂർ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് നൂറ് വന്നിരിക്കുന്നു, പ്രകാശം, വെളിച്ചം. ആ വെളിച്ചം ഇല്ലെങ്കിൽ നമുക്കറിയാം, വെളിച്ചത്തിന്റെ അഭാവത്തിൽ പിന്നെ കൂരാകൂരിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചേ തീരൂ. അള്ളാഹു പറഞ്ഞു, ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ശിഫയാണ്, എല്ലാറ്റിനും ശിഫയാണ് ഖുർആൻ. നമ്മളൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരാണ്. കോവിഡ് കാലമാണ് ഇപ്പോൾ. അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാറ്റിനും പരിഹാരമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. അത് റഹ്മത്താണ്, അത് കാരുണ്യമാണ് അല്ലാഹുവിന്റെ. അവിടെ നമുക്ക് ഖുർആനിലേക്ക് മുന്നിട്ട് വരണം. അൽ ഖുർആനു മഗ്ദൂബത്തുല്ലാഹി ഫിൽ അർദ് ഫഅഖ്ബിലു അലാ മഗ്ദൂബത്തിഹി മസ്തതഅതും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഖുർആൻ അല്ലാഹു തആല ഭൂമിലോകത്തേക്ക് ഇറക്കിയ ഒരു സൽക്കാരമാണ്, ഒരു സദ്യയാണ്. ഫഅഖ്ബിലു അലാ മഗ്ദൂബത്തിഹി മസ്തതഅതും. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ സദ്യയിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. എത്രത്തോളം നിങ്ങൾ കഴിയോ, നിങ്ങൾക്ക് കഴിയുന്ന എത്രത്തോളം ഖുർആൻ പഠിക്കാനും അത് ഓതാനും അത് മനസ്സിലാക്കാനും ഹിഫ്ളാക്കാനും ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ, അത്രത്തോളം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലേക്ക് നാം മുന്നിട്ട് വരണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ അബൂദർ ലൻ തഖ്ദുവ ഫതഅല്ലമ ആയത്തൻ മിൻ കിതാബില്ലാഹി ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റക്അ. എത്രയാണ് ഖുർആന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ. അബൂദറെ, നീ പോയി അള്ളാഹുവിന്റെ കിതാബിലെ ഒരു ആയത്ത് പഠിക്കുക. ഒരായത്ത് മാത്രം നീ പഠിക്കൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഖൈറാണെന്ന് പറഞ്ഞത്. 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എത്ര പ്രയാസമാണ്. നിസ്കാരത്തിനുള്ള വലിയ കൂലി. ആ 100 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനേക്കാളും വലിയ പ്രതിഫലം എന്തിനാണ്? ഒരൊറ്റ ആയത്ത് നീ പഠിക്കൽ, ഒരായത്ത് നീ പഠിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആന്റെ മഹത്വം എത്രയാണ്. മാത്രമല്ല, അതിൻ്റെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള കൂലി എത്രയാണ് ഒന്ന് പഠിപ്പിച്ചു. ഫതുഅല്ലിമ ഫതുഅല്ലിമ ബാബം മിൻ ഇൽമിൻ. ഏതെങ്കിലും ഒരു ഇൽമ നീ ഒരു അധ്യായം നീ പഠിപ്പിക്കൽ അത് 1000 റക്അത്ത് നിസ്കാരത്തിനേക്കാൾ ഖൈറാണ്. ഹദീസിൽ കാണാം, ഉമില ബിഹി ഔ ലം യുഅമൽ. അതുകൊണ്ട് അമൽ ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആരെങ്കിലും അതുകൊണ്ട് അമൽ ചെയ്തോ ഇല്ലേ പ്രശ്നമല്ല. നീ അത് പഠിപ്പിച്ചു കൊടുത്താൽ, ഖുർആൻ പഠിപ്പിച്ചാൽ, ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ കിട്ടുന്ന അതിമഹത്തമായ പ്രതിഫലം പ്രിയപ്പെട്ടവരെ. അവിടെ എല്ലാവരും വിശുദ്ധ ഖുർആനിലേക്ക് മുന്നിട്ട് വരണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആനു ഷാഫിഉൻ മുശഫഉൻ മാഹിലുൻ മുസദ്ദഖുൻ
മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു ഖൽഫ ദഹ്രി സാഖഹു ഇലൻ നാർ. ഖുർആൻ ഷാഫിഉൻ മുശഫഉൻ, ഖുർആൻ ശുപാർശ ചെയ്യുന്നവനാണ്. ഖുർആന്റെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. അള്ളാഹു ഖുർആൻ ശഫാഅത്ത് പിന്നെ അവിടെ ഒന്നുമില്ല. ഖുർആൻ ശഫാഅത്ത് അള്ളാഹു തആല ശഫാഅത്ത് സ്വീകരിക്കും. ഖുർആന്റെ റെക്കമെൻഡ്. ഖുർആൻ മാഹിറുൻ മുസദ്ദഖുന്ന, നമ്മൾ ദുനിയാവിലൊക്കെ വക്കീലന്മാർ കേസ് വാദിക്കും പോലെ ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ വാദിക്കും, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. നാം ഏതെങ്കിലും പ്രയാസത്തിലകപ്പെടുമ്പോൾ പരലോകത്ത് വലിയ കടമ്പകളല്ലേ, ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഓടിയെത്തും നമ്മുടെ സ്വന്തം കുടുംബങ്ങളല്ല, നമ്മുടെ കൂടാനുകൂടി സമ്പത്തല്ല, നമ്മുടെ അധികാരങ്ങളോ കൂട്ടുകാരോ അല്ല. അവിടെ നമുക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി വരുന്ന ആരാണ്? നാം ഓതിയ ഖുർആനാണ്, നാം പഠിച്ച ഖുർആൻ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലോ അത് ഖുർആൻ പഠിക്കണം, അത് പാരായണം ചെയ്യണം, അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കണം. ആ ഖുർആൻ ഒരു വക്കീൽ പോലെ വാദിച്ച്, ഖുർആൻ വാദിച്ചാലോ മുസദ്ദഖുൻ, അവർ പറഞ്ഞു ഖുർആൻ പറഞ്ഞവനെ ശരിവെക്കും. ഖുർആൻ പറഞ്ഞാൽ പിന്നെ അവിടെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് തട്ടിക്കളയലുമില്ല. ഖുർആനാണ് പറയുന്നതെങ്കിൽ അള്ളാഹു തആല സ്വീകരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ പ്രത്യേകിച്ചും, അവർക്ക് ഇത് കിട്ടുന്ന അവസരങ്ങളാണ്. പല കാരണങ്ങളാലും ചെറുപ്പത്തിലൊന്നും വേണ്ടത്ര ഖുർആൻ പഠിക്കാൻ അവസരം ലഭിക്കാത്തവരാണ് പ്രിയപ്പെട്ട സഹോദരിമാർ. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും റൗദത്തുൽ ഖുർആൻ എന്ന സംരംഭം SY തുടങ്ങിയിട്ടുള്ളത്. അവിടെ എല്ലാ സഹോദരിമാരും ഇതിൻ്റെ സമയം പ്രത്യേകം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇതിലേക്ക് മുന്നിട്ട് വരണമെന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റുകളാണ് സഹോദരിമാർ. ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് സുബ്ഹാനല്ലാഹ്. ഈ കോവിഡ് കാലത്ത് പോലും എത്രയെത്ര ആത്മഹത്യകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര യുവതികളാണ് ഭർത്താക്കന്മാരെയും മക്കളെയും ഉപേക്ഷിച്ച് കണ്ടവൻ്റെ കൂടെ ചാടിപ്പോകുന്നത്. ഒക്കെയും കാരണം ഈ മൊബൈൽ ഫോണുകളുടെ അമിതമായ ഉപയോഗങ്ങളാണ്. എല്ലാ തമ്മാടിത്തങ്ങളും അരങ്ങേറുന്നത് ഈ ഫോണിലൂടെയാണ്. അപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അശ്ലീലാഭാസങ്ങളെ കണ്ട് മനുഷ്യൻ്റെ ശരീരവും മനസ്സൊക്കെ മരവിച്ച് ദുഷിച്ച് വൃത്തികേടായ മനസ്സുകളാണ്. ആ വൃത്തികെട്ട മനസ്സുകളിൽ നിന്നാണ് വേണ്ടാത്ത വികാരങ്ങൾ ഉണ്ടായിത്തീരുന്നത്. എത്ര നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങളൊക്കെ നശിപ്പിച്ച് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയിട്ടുള്ള എത്ര പെണ്ണുങ്ങളാണ് ചാടിപ്പോകുന്നത്. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ ക്രിയാത്മകമായി പോസിറ്റീവായി നമ്മുടെ ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതിൻ്റെ ദുരുപയോഗം വലിയ അപകടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയ അപകടങ്ങളിലേക്ക് പോയി ചാടാതെ നാം അത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി നാം അത് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണം. എത്ര സന്തോഷമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. ആ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ അതൊക്കെ പഠനങ്ങളുണ്ടാവും, പഠിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താണ് അള്ളാഹു തആല നമ്മളോട് ഖുർആനോട് സംസാരിക്കുന്നത്? നമ്മുടെ യജമാനായ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ച ആ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. അടിമകളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തആല ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ആ യജമാനായ അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് നാം കാതോർക്കണം പ്രിയപ്പെട്ടവരെ. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വൻസിതൂ ലഹു. അല്ലാഹുവേ, ഖുർആൻ ഓതപ്പെട്ടാൽ നല്ല ശ്രദ്ധാപൂർവം കേൾക്കണം, അതിലേക്ക് നന്നായി ശ്രദ്ധ കൊടുക്കണം. നല്ല ശ്രദ്ധ കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്താണ് പറയപ്പെടുന്നത്, ഇതിൽ പറയാത്ത വല്ലതുണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പരാമർശിക്കാത്ത ഒരു വിഷയങ്ങളുമില്ല. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്ത് നമ്മുടെ മരണാനന്തരം വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പം നാളെ പാരത്രിക ലോകത്ത് മഹാനായ സയ്യിദന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ആരെങ്കിലും എൻ്റെ ദിക്റാവുന്ന ഖുർആനെ തൊട്ട് ആരെങ്കിലും അശ്രദ്ധമായി ജീവിച്ചാൽ, ഖുർആൻ എന്താ ഖുർആൻ ഓതാൻ അറിയില്ല, പഠിക്കാൻ അത് എന്താന്നല്ല ഖുർആൻ ഓതാൻ ശരിക്കും അറിയില്ല, ഈ അറബി ഭാഷയിലെ ഖുർആൻ അള്ളാഹുത്തിന് എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ഓരോ ഏതോ ലോകത്താ ഖുർആനുമായിട്ടൊരു ബന്ധമല്ല, ദിവസം ഖുർആൻ ഓതുന്നില്ല. അങ്ങനെ എൻ്റെ ദിക്റിനെ തൊട്ട് ആരെങ്കിലും അശ്രദ്ധമായി ജീവിച്ച് അള്ളാഹുത്തിന് പറയുന്നു ഫഇന്ന ലഹു മഈശത്തൻ ദൻകാ, തീർച്ചയായിട്ടും അവന് ഇടുക്കമായ പ്രയാസമുള്ള ജീവിതമാണ് ദുനിയാവിൽ തന്നെ ഉള്ളത്. ദുനിയാവിൽ തന്നെ 100 പ്രയാസങ്ങളേക്കാരം.
അതുകൊണ്ട് അവസാനിക്കുന്നില്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. പരലോകത്ത് അവനെ നാം ഒരുമിച്ചുകൂട്ടുന്നത് അന്ധനായിട്ടാണ്, കണ്ണുപൊട്ടനായിട്ട്. പരലോകം തന്നെ വലിയ ബേജാറാണ്. അവിടെ കണ്ണു കാണുന്നില്ലെങ്കിലോ? അപ്പം അവൻ്റെ വിലപിക്കണം. അവൻ ചോദിക്കുക, റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുന്തു ബസീറ. അല്ലാഹു, എന്തിനാണ് നീ എന്നെ അന്ധനായി കണ്ണുപൊട്ടനായി എന്തിനാ പടച്ചോനെ നീ എന്നെ ഒരുമിച്ച് കൂട്ടിയത്? ഞാൻ കണ്ണുള്ള ആളായിരുന്നല്ലോ. അള്ളാഹുവിൻ്റെ മറുപടി എന്താ പ്രിയപ്പെട്ടവരെ? കദാലിക അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലിക യൗമ തുൻസാ. അള്ളാഹു പറയും, ദുനിയാവിൽ എൻ്റെ ആയാത്തുകൾ നിനക്ക് വന്നു. എൻ്റെ ആയാത്തുകൾ ഖുർആൻ നിന്നിലേക്ക് വന്നപ്പോൾ നീ ശ്രദ്ധിച്ചില്ല, അതിനെ നീ അവഗണിച്ചു തള്ളി. നീ മൊബൈൽ ഫോണുകളിലും മറ്റു അശ്ലീലാഭാസങ്ങളിലും മുഴുകി. കദാലിക്കൽ യൗമ തുൻസാ. ദുനിയാവിൽ എൻ്റെ ഖുർആനെ നീ അവഗണിച്ചതുപോലെ ഇവിടെ നിന്നെയും അവഗണിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആമയായിട്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ കാരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തേക്കാരവസ്ഥ? അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പല സ്ഥലത്തും ഒമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ വഹുവ ലഹു കരീം. അള്ളാഹുവിൻ്റെ ഖുർആനുമായി ഒരാൾക്ക് ബന്ധല്ലേ? അള്ളാഹു നുഖയ്യിദ് ലഹു ശൈത്താന, നാം അവന് ശൈത്താനെ, പിശാചിനെ കൂട്ടുകൂട്ടി കൊടുക്കുന്ന അവൻ്റെ കൂട്ടുകാരൻ പിന്നെ ശൈത്താനേക്കാരൻ. അവനെ നിയന്ത്രിക്കുന്നത് പിശാചായിരിക്കും. ഖുർആൻ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ വരുന്ന ആരാണ്? ശൈത്താനാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ കൽബാണ് ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. ആ കൽബാണ് നമ്മെ വഴിതിരിച്ചു വിടുന്നത്. അത് നന്മയിലേക്ക് തിരിയണമെങ്കിൽ ഖുർആൻ കൽബിലുണ്ടാവണം. ഇല്ലെങ്കിൽ അവിടെ ശൈത്താൻ ഉണ്ടാവും. ആ ശൈത്താനാണ് എല്ലാ ധമ്മാടിത്തങ്ങളും നമ്മെ ചെയ്യിപ്പിക്കുന്നത്. എല്ലാ വേണ്ടാത്തത് കാണാനും കേൾക്കാനും പറയാനും ചിന്തിക്കാനും ചെയ്യാനും എല്ലാം ശൈത്താൻ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അല്ലാഹു തആല പറഞ്ഞു, എല്ലാ നല്ല വഴികളെ തൊട്ടും നല്ല കാര്യങ്ങൾ തൊട്ടും പിശാച് അവനെ തിരിച്ചു കളയും. പക്ഷെ അവരുടെ വിചാരം എന്താണ്? ഞങ്ങൾ നേർവഴിയിലാണെന്ന് അവർ വിചാരിക്കുക. അതാണ് ഏറ്റവും അപകടം. അപ്പം അതുകൊണ്ട് ഖുർആൻ നമ്മുടെ കൂട്ടുകാരനാവണം. ദുനിയാവിൽ ഖുർആനെ കൂട്ടുകാരനാക്കണം. ഖുർആൻ കൂട്ടുകാരനല്ലെങ്കിൽ പിന്നെ പിശാച് കൂട്ടുകാരനാവും. ആ പിശാച് നമ്മെ വഴിതെറ്റിക്കും, നമ്മെ പരാജയപ്പെടുത്തും. നമ്മുടെ ശാശ്വതമായ പരാജയം ദുനിയാവിൽ ആഖിറത്തിൽ നാം പരാജയപ്പെടും. നാം വിജയിക്കണോ? അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലാതെ മറ്റൊരു വഴിയുമില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യലല്ലാതെ നമ്മുടെ ആഖിറം വിജയിക്കാൻ രണ്ടാമത്തെ ഒരു വഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യം വേണം. വേറൊരു വഴിയില്ല, ഇതേ വഴിയുള്ളൂ. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യലല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറാവണം. സഹോദരിമാരൊക്കെ ഇൽമു പഠിക്കാൻ അവസരങ്ങൾ കണ്ടെത്തണം. നമുക്ക് നിർബന്ധമാണ് ഇൽമു പഠിക്കൽ. അപ്പോൾ അതിനുള്ള അവസരമാണ് ബഹുമാനപ്പെട്ട എസ് നമുക്ക് നമ്മുടെ നേതൃത്വം ഒരുക്കി തന്നിട്ടുള്ളത്. ആ നേതൃത്വം തന്ന ഈ മഹത്തായ സൗഭാഗ്യം ഇത് നല്ലൊരു അവസരമായി കണക്കാക്കി എല്ലാവരും ഇതിൽ പങ്കാളികളാവുകയും നിയമപ്രകാരം എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരീക്ഷകളുണ്ടാവും. പ്രധാനപ്പെട്ട നോട്ട് ചെയ്യണം. പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്യുകയും പരീക്ഷ മേടിച്ചുകൊണ്ട് പങ്കെടുക്കാതിരിക്കേണ്ട. ഇൻഷാ അല്ലാഹ് ഒരു വേണമെങ്കിൽ പങ്കെടുത്താൽ മതി. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് പരീക്ഷ ഉണ്ടാവും. വിജയിച്ച ആളുകൾക്ക് സമ്മാനങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ മഹാഭാഗ്യമായി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും ഈ സംരംഭത്തോട് ആത്മാർത്ഥമായി സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ ഖബറിലൊക്കെ ആരുണ്ടാവില്ലല്ലോ. ആ ഖബറിലെ കൂട്ടുകാരനായി വരുന്നത് പ്രിയപ്പെട്ടവരെ ഖുർആനാണ്. ആ ഖബറിൻ്റെ ഏകാന്തതയിൽ, ഖബറിൻ്റെ ഇരുട്ടറയിൽ വെളിച്ചമായി ആ ഏകാന്തതയിലെ കൂട്ടുകാരനായി വരുന്നത് ഖുർആനാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വരില്ല, ഭാര്യമാരും ഇല്ല, ഭർത്താക്കന്മാരും വരില്ല, ആരും വരില്ല. ആ ഖബറിൽ കൂട്ടിന് വരുന്നത് ഖുർആനാണ്, സൽക്കർമ്മങ്ങളാണ്. അവിടെ അങ്ങോട്ട് വരണമെങ്കിൽ ദുനിയാവിൽ നാം ഖുർആനെ കൂട്ടുകാരനായി പിടിക്കണം. അപ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. മഹ്ശറയിൽ നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്ന ഖുർആനാണ്. ദുനിയാവിൽ ഖുർആനെ കൂട്ടുകാരനാക്കുമ്പോൾ മഹ്ശറയിൽ നമുക്ക് ശഫാഅത്ത് കൊണ്ട് വരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന വിശുദ്ധവാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.